എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിനെ പൂമാല കെട്ടാൻ സഹായിക്കുന്നുണ്ട് സച്ചി. അതിന്റെ വിശേഷങ്ങളും പിന്നീട് സുധിയെ പഞ്ഞിക്കിടുവാണ്. കിട്ടുന്ന അവസരങ്ങളൊന്നും സച്ചി പാഴാക്കാറില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവസരം നന്നായിട്ട് സച്ചി മുതലെടുക്കും. അപ്പൊ സുധിയെ കുത്തി നോവിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും സച്ചി മുതലെടുക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് സുധിക്ക് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇനിയിപ്പോ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇന്നേരം നമ്മൾ അവസാനം കണ്ടു രേവതിനെ ഒന്ന് സഹായിക്കാന്നൊക്കെ ഓർത്തോണ്ട് സച്ചി അടുത്ത് കൂടുന്നുണ്ട്. രേവതി പൂമാല കിട്ടുമ്പോഴത്തേനും സച്ചിയുടെ വിചാരം എന്താ, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ചുമ്മാ ഇരുന്ന് രണ്ട് പൂവെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മതി, അത്രയല്ലേ ഉള്ളൂ, ഈസിയാന്നൊക്കെ ഓർത്തോണ്ട് രേവതി ചെയ്യുന്നുണ്ടപ്പം ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പൂവും കൂടെ മേടിക്കുക കെട്ടാനായിട്ട്. പഠിച്ച പണി 18 നോക്കിയിട്ട് സച്ചിക്ക് കെട്ടാൻ പറ്റിയില്ല. സച്ചിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ കാണിച്ചു കൊടുത്തിട്ട് സച്ചിക്ക് എന്തോ അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞു ഇതിനേക്കാളും 100 ഭേദം ഡ്രൈവിംഗ് തന്നെയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന പണി അതൊക്കെയാ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി താൻ അമ്പലത്തിൽ പോയി സച്ചിക്ക് വേണ്ടി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയെക്കൂട്ടെടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് ചന്ദ്രൻ എടുത്ത് സച്ചിയുടെ നെറ്റിയിലേക്ക് തൊട്ടു കൊടുക്കുകയാണ്. സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യം. തനിക്ക് വേണ്ടി ഒരാൾ പോയി പ്രാർത്ഥിക്കുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതൊക്കെ സച്ചിനിക്ക് അത്ഭുതമായിരുന്നു. ചന്ദ്രമതി ക്ഷേത്രത്തിൽ പോയാലും സച്ചിക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്യത്തില്ല. ബാക്കി എല്ലാവർക്കും വേണ്ടി പുഷ്പാഞ്ജലിയും പൂജകളും വഴിപാടും എന്ത് വേണേലും കഴിപ്പിക്കും. സച്ചിനെ അവരെ മകനായിട്ട് അന്നും ഒന്നും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണത്. സച്ചിക്ക് സന്തോഷമായി. പിന്നെ സന്തോഷത്തോടെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി ചോദിക്കുന്നുണ്ട്, അല്ല വൈകുന്നേരം എന്താ കഴിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണേലും പറ. സച്ചിക്ക് പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല, എന്തു കൊടുത്താലും കഴിക്കും. ചന്ദ്രമതി ആണെങ്കില് വീട്ടിലെന്താ സുധിയുടെ ഇഷ്ടത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സച്ചി അതങ്ങോട്ട് കഴിച്ചു. സച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നുമില്ല. ആ ഫുഡ് പോലും ചന്ദ്രമതി നേരമണ്ണം എടുത്തു കൊടുക്കാറില്ല. ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടേ വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും. വേണമെങ്കിൽ സച്ചി വന്ന് ചൂടാക്കി കഴിച്ചോണം. അതുകൊണ്ട് കൂടുതൽ അവർ വീട്ടിൽ നിന്നാണെങ്കിലും ഫുഡൊന്നും സച്ചി കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ രേവതി വന്നതിന് ശേഷമാണ് അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രേവതി അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട്, വേണ്ട നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചോ ഉണ്ടാക്കിയോ, എന്താണെങ്കിലും ഞാൻ കഴിക്കും, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. വിശപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചീത്ത ഫുഡാണെങ്കിലും എത്ര കൊള്ളില്ലാത്ത ഫുഡാണെങ്കിലും നമ്മൾ വാരി വലിച്ച് കഴിക്കും. അപ്പൊ അതിന്റെ പ്രത്യേക രുചി ഉണ്ടായിരിക്കും എന്നൊക്കെ രേവതിയോട് പറയാണ്. ഞാൻ സച്ചി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കുമ്പോൾ രേവതി ഇറക്കി മനുഷ്യനെ ഇങ്ങനെ തനിക്ക് ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലോ. ചില സമയത്ത് നല്ല ശാന്ത സ്വഭാവമായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന കാണാം. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും കുറച്ചു മുമ്പ് അത്ര നല്ല ശാന്തതയോടെ പറഞ്ഞ മനുഷ്യനാണോ ഇത്രമാത്രം ഉറഞ്ഞു തുള്ളുന്നതെന്നൊക്കെ. അതൊക്കെ ഓർത്ത് രേവതി മുറിക്കകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി ജോലിയും കൂലിയും ഇല്ലാതെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ഈ സുധിയെ കുറിച്ച് ഓർത്ത് ചന്ദ്രമതിക്കാണ് ഭയങ്കര അങ്കലാപ്പ. അങ്ങനെ ഇരിക്കുമ്പോൾ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് ചന്ദ്രമതിനെ. ചന്ദ്രമതിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മോന് ആദ്യ ദിവസം തന്നെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി അവൻ അവിടെ ഇഷ്ടപ്പെട്ടില്ല, പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം അവൻ അങ്ങനെ പിടിക്കില്ല എന്ന്. അവന്റെ വിചാരം അവൻ വലിയ അംബാനിയുടെ കൊച്ചുമോൻ എന്ന ഓർത്തല്ലേ. ഏതെങ്കിലും ജോലി കിട്ടിക്കുമ്പോ അതിനകത്ത് പിടിച്ചു നിന്ന് 10 കാശ് ഉണ്ടാക്കാൻ നോക്കാതെ എവിടെയെങ്കിലും കയറി ചെല്ലുന്ന താനാണ് അവിടുത്തെ വലിയ ആള്. തനിക്ക് 3-4 PG ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിലേ ഇന്നത്തെ കാലം ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിനെ ഉപദേശിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി പറയാം, നിങ്ങൾ അവനെ കുറിച്ചൊക്കെ ഒന്ന് വിചാരിക്കണം. അവന് 2-3 PG ഉള്ളവനാ. അങ്ങനെയുള്ള ഒരാളുടെ കീഴിൽ പോയിട്ട് ഇമാതിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അതെല്ലാം നല്ല കാര്യം ചോദിക്കണം. തുടങ്ങിയ അവള് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് കണ്ട പെണ്ണുങ്ങളും ഉണ്ടെ ഇപ്പൊ തുടങ്ങി കാണുമായിരിക്കും. നിന്റെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പൈസ കൊടുത്ത ആള് ഞാനാണല്ലോ, ഞാൻ അവനെ വിശ്വസിച്ചു പോയി, അതാ ഞാൻ ചെയ്ത് തെറ്റെന്നൊക്കെ പറയാട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. സുധിനെ കണ്ടതും രവീന്ദ്രൻ നല്ല ദേഷ്യം വന്നു. പിന്നെ പതുക്കെ ഒന്ന് ഉപദേശം നേരെയാക്കാന്നുള്ള രീതിയിൽ സുധിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എവിടെയായാലും എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കാൻ നോക്കണം. ചന്ദ്രമതിയുടെ ഉള്ളിൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സുധീനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു. അപ്പൊ ഒരു കല്യാണാലോചനയെ കുറിച്ചൊക്കെ പറയുവാണ് രവീന്ദ്രനോട്. അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാം. ഇവിടെ സച്ചി ആണെങ്കിൽ രേവതിയുടെ ഒപ്പം സന്തോഷം ജീവിച്ചു കാണുമ്പോൾ അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണത്തില്ലേ. അവനൊരു തുണയായാലും വരുവാണെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ അല്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് രവീന്ദ്രൻ ആദ്യം ചിരിയാ വന്നത്. ഒരു നല്ല ഒന്നാന്തര കല്യാണം കൊണ്ടുവന്നാണ് രേവതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയത്. ഇനി അവന് വേറൊരു കല്യാണം. അതേക്കുറിച്ച് ചിന്തിച്ചപ്പോ തന്നെ രവീന്ദ്രൻ പറഞ്ഞു, നീ അതേക്കുറിച്ച് ചിന്തിക്കാനേ പോണ്ട. ഒരു ജോലിയും കോലിയും ഇല്ലാത്ത ഇവന് പെണ്ണുകെട്ട് എന്ത് ചെയ്യാനാ?
ഇനി ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങള് ഞാൻ നോക്കേണ്ടി വരും. എന്നെ കൊണ്ട് പറ്റിയല്ലോ. ഒന്നാമത്തെ കാര്യം പെൻഷൻ പോലും കിട്ടാൻ തുടങ്ങിയിട്ടും കൂടി ഇല്ല. ഈ പ്രാരാബ്ദം എല്ലാം കൂടെ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ എന്നെ കൂടെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടോണ്ടാ സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചി വെറുതെ ഇരിക്കുവോ? ശ്രുതിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ തീർന്നു. ശ്രുതി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോ തന്നെ സച്ചി പറഞ്ഞു ആഗ്രഹം കൊള്ളാം, പക്ഷെ അത് നടക്കാത്ത ആഗ്രഹം എന്ന് പറയാണ്. അങ്ങനെ ആഗ്രഹം ഉള്ളവനാണെങ്കിൽ ആ കതിർ മണ്ഡപത്തില് രേവതിനെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോരില്ലായിരുന്നു. നീ അങ്ങനെ ചെയ്തുകൊണ്ടാ ഞാൻ നീ വിധവിരിക്കുന്നത്. എത്ര സന്തോഷത്തോടെ ജോളിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഞാനാ ഇപ്പൊ നേരത്തെ വീട്ടിൽ വരണം. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാവോ? ആ എല്ലാം കാരണക്കാരൻ നീയാ. അങ്ങനെ ഇപ്പൊ നീ സൂചിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. കേട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രബേദിയോട് ദേഷ്യം വന്നു. അല്ലെങ്കിൽ നിനക്ക് പൈസ ആരാണ്ടെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും നീ എന്തിനാണ് അവനോട് ചൂടാവുന്നതെന്നൊക്കെ സച്ചിയോട് ചോദിക്കുകയാണ്. സച്ചി വിട്ടു കൊടുക്കുവോ? സച്ചി പറഞ്ഞു പൈസ തന്നു കഴിഞ്ഞിട്ട് ഇവൻ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ, പക്ഷെ അതിനു മുമ്പ് ഇവന് പറയാനുള്ള യോഗ്യതയില്ല. പൈസ തന്നിട്ട് ഇവൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും. പക്ഷെ ഇപ്പൊ അവനെന്ത് പറയാൻ യോഗ്യത ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയണം അവിടെ നിന്നിട്ട്. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. കാരണം ചന്ദ്രമതി കരുതിക്കൊണ്ട് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ആയി. സച്ചി പിന്നെ അത് ഒതുങ്ങി പൊക്കോളൂന്നാ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ ഓരോ ദിവസം കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ സച്ചി എന്ത് ചെയ്യാണ്, സുധിയെ കുത്താൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുകയോ ചെയ്യുന്നേ. പിന്നീട് രേവതി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധി ഇങ്ങനെ നോക്കി. സച്ചി അത് ശ്രദ്ധിച്ചു അങ്ങനെ നോക്കിയെന്നിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ മനസ്സിലൊരു സന്തോഷം വന്നു. കാരണം ഇവളെയാണ് കതിർമണ്ഡപത്തിൽ ഉപേക്ഷിച്ചിട്ട് അവൻ പോയത്. ഇനി ഇവൻ ശരിക്കും അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഒരു പെണ്ണിന്റെ കണ്ണീരെന്താന്ന് ഇവന് അറിയാൻ പോകുന്നുള്ളൂ. പിന്നീട് സുധിയോട് സച്ചി പറഞ്ഞു ഞാൻ 6 മാസത്തെ സമയം നിനക്ക് തന്നേക്കുന്നത്. അതിനുള്ളിൽ നീ എനിക്ക് പൈസ തരണം. നീ ജോലിക്ക് പോവാതിരിക്കുന്നതൊക്കെ അത് നിന്റെ ഇഷ്ടം. പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാ. പിന്നീട് ചന്ദ്രമതി സുധിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ ജോലി തേടണം, എന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇവിടെ എല്ലാവരുടെയും അടിമയായിട്ട് നീ ഇവിടെ ജീവിക്കേണ്ട വരും. എനിക്കും അതുപോലെ തന്നെ ആയിരിക്കും. നീ പൈസ കൊടുത്തില്ലെങ്കിൽ തൂങ്ങാൻ പോകുന്ന ആള് ഞാനായിരിക്കും. എന്നെ കൊണ്ട് ഒരു 5 രൂപ ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. നിനക്കറിയാലോ, പണ്ടായിരുന്നു നിന്റെ അച്ഛന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി ഉണ്ടാക്കി കല്യാണം കഴിക്കാൻ നോക്ക്. അതോ അതിന് നിവൃത്തിയുള്ളൂ. നിനക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പെണ്ണ് അന്വേഷിക്കാൻ മോനെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വീട്ടിലത്തെ ഈ ഓരോ സംസാരമൊക്കെ കേട്ട് സഹിക്ക വയ്യാതെ സുധി പുറത്തേക്ക് പോവാണ്. സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയാ പുറത്തേക്ക് പോകുന്നേ. പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് സുധിയുടെ മനസ്സിൽ കൂടെ കടന്നു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേവതി പറഞ്ഞ കാര്യങ്ങളും സുധിക്ക് ചായ കൊടുക്കണമെന്നൊക്കെ രേവതി പറഞ്ഞായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനാണ് സുധിക്ക് ആ വലിയ അപകടമൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെന്താന്നൊക്കെയുള്ള നാളെ രാവിലത്തെ വിശേഷം വരുമ്പോൾ ഞാൻ വന്ന് പറയാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.